നിങ്ങളുടെ പാസ്റ്റിൽ സംഭവിച്ച കടങ്ങളോ അല്ലെങ്കിൽ നഷ്ടങ്ങളോ ഓർത്ത് ഇപ്പോഴും നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണോ ജീവിക്കുന്നത്? അങ്ങനെ നിങ്ങൾ ജീവിക്കുമ്പോൾ അത് നിങ്ങളുടെ ഐഡന്റിറ്റിയായി മാറുകയും വീണ്ടും വീണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ആ പഴയ ആ കുറ്റപ്പെടുത്തുന്ന ആ ഐഡന്റിറ്റിയെ മാറ്റിക്കൊണ്ട് നിങ്ങൾ പുതിയൊരു ഐഡന്റിറ്റിയിലേക്ക് വരണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ചെറിയ പ്രാക്ടീസ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് ഒരു മനോഹരമായ ടെക്നിക്കാണ്. ഹോപ്പോണോപ്പോണോ ടെക്നിക്ക് എന്ന് പറയും. അപ്പോൾ ഇത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ എബണ്ടൻസ്, ആ സമൃദ്ധി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുവാൻ നിങ്ങൾക്ക് കഴിയും. കണ്ണുകളടച്ച് നെഞ്ചിലേക്ക് കൈവച്ചുകൊണ്ട് എന്നോടൊപ്പം ഈ വരികൾ നിങ്ങൾക്കും റിപ്പീറ്റ് ചെയ്യാം. എൻ്റെ ഭൂതകാലത്തിലെ എല്ലാ സാമ്പത്തിക തീരുമാനങ്ങളെയും ഞാൻ പൂർണ്ണമായും അംഗീകരിക്കുന്നു. അറിവില്ലായ്മ കൊണ്ടോ പെട്ടെന്നുള്ള വികാരങ്ങൾ കൊണ്ടോ ഞാൻ വരുത്തിവെച്ച കടങ്ങൾക്കും നഷ്ടം വന്ന നിക്ഷേപങ്ങൾക്കും അനാവശ്യ ചെലവുകൾക്കും എന്നെ ശിക്ഷിക്കുന്നത് ഞാൻ അവസാനിപ്പിക്കുന്നു. ഐ എം സോറി. എൻ്റെ അശ്രദ്ധ കാരണം എൻ്റെ സമാധാനവും സമൃദ്ധിയും നഷ്ടപ്പെടുത്തിയതിന് ഞാൻ എന്നോട് തന്നെ ക്ഷമ ചോദിക്കുന്നു. പ്ലീസ് ഫോർഗീവ് മീ. സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ എന്നെ തന്നെ കുറ്റപ്പെടുത്തിയതിനും വെറുത്തതിനും എന്നോട് ക്ഷമിക്കുക. ആ തെറ്റുകളിലൂടെ എൻ്റെ ജീവിതത്തിലെ വലിയ പാഠങ്ങൾ ഞാൻ പഠിച്ചതിന് പ്രപഞ്ചത്തിന് നന്ദി, ദൈവത്തിന് നന്ദി. ഇപ്പോൾ ഞാൻ കൂടുതൽ വിവേകശാലിയാണ്. ഞാൻ എന്നെ പൂർണ്ണമായി സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. സാമ്പത്തിക ഭദ്രതയുള്ള ഒരു പുതിയ ജീവിതത്തിലേക്ക് ഞാൻ എന്നെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഇനി പതുക്കെ കണ്ണുകൾ തുറക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് തോന്നുന്നു? പോസിറ്റീവായിട്ടുള്ള അനുഭവം കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ മറക്കരുതേ.